അല്ലു അർജുന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ജിസ്മോൻ. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു അന്ന് അദ്ദേഹത്തെ കണ്ടെത്തിയത്? ഇപ്പൊ എല്ലാവർക്കും അറിയാം. ജിസ്മോൻ മറ്റേ ഏതൊരു സീരിയലിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഇതിന് മാച്ചാവുന്ന വോയിസ് അന്വേഷിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് കിട്ടിയില്ല. കുറേ പേര് നോക്കി ആ ഒരു ഉദ്ദേശിക്കുന്നത് കിട്ടുന്നില്ല. അങ്ങനെ യാർച്ചികമായിട്ട് ആ സീരിയൽ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഞാൻ സീരിയലിൻ്റെ ശബ്ദം കേട്ടു. കുഴപ്പമില്ല. എനിക്കൊന്ന് മണികണ്ഠനോ അങ്ങനെ ആരൊക്കെ വോയിസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. വിളിച്ച് വരാൻ പറഞ്ഞു. വന്നു. ജിസ്മോൻ ടെസ്റ്റ് ചെയ്തു. നന്നായിട്ട് അയാൾ പെർഫോം ചെയ്തു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അല്ലു അർജുൻ്റെ ആ ആര്യ സിനിമയ്ക്ക് ആ ക്യാരക്ടറിന് ജീവൻ വന്നത് ജിസ്മോൻ വന്നതിന് ശേഷമാണ്. 2 ദിവസം കൊണ്ടങ്ങനെ 3 ദിവസം കൊണ്ടങ്ങനെ ഡബിങ് തീർന്നു. പക്ഷെ അതിന് നല്ല എന്താ പറയുന്നത് ഇമ്പാക്റ്റ് എന്നൊക്കെ പറയില്ലേ, ജീവൻ രജിസ്റ്റർഡ്. അതെനിക്ക് തോന്നുന്നു അല്ലു അർജുൻ എന്ന നടന് വേറെ ഇതുവരെ പുഷ്പ വരെ അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വേറെ ഒരു അന്യഭാഷ നടനോ അങ്ങനെ പല നടന്മാര് മാറി വന്നിട്ടുണ്ട്, മറ്റു ആർട്ടിസ്റ്റുകൾ മാറി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഈ ഒരു അല്ല, അതിനുള്ള ഒരു 2 കാരണങ്ങളുണ്ട്. ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു വോയിസ് രജിസ്ട്രേഷൻ പ്രഭാസിനോ അല്ലെങ്കിൽ രാംചരനോ കിട്ടിയിട്ടില്ല. നമ്പർ 1, ഇവരെ ഐഡന്റിറ്റി ഉള്ള ഒരു രീതിയിൽ ലോഞ്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. രാജ്മൗലി സാറിന്റെ പടമായിട്ട് ബാഹുബലി വന്നിട്ടുള്ളൂ, പ്രഭാസിന്റെ പടമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കൺവേർഷൻ. ഇപ്പൊ അല്ലു അർജുന്റെ പടം ഡയറക്ടർ 2ാം സ്ഥാനത്തെ വരത്തുള്ളൂ. മേ ബി അത് സുമാർ സാർ ഉണ്ട് എന്ന് പറയാം. പക്ഷെ അത് ഐഡന്റിറ്റി ഉള്ള ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് അവർക്കാർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു രജിസ്ട്രേഷൻ. ഇപ്പം നമ്മളിപ്പം ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മിസ്റ്റർ സോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മിസ്റ്റർ സോ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയാൽ ആരുടെ പേരും തലയിൽ നിൽക്കത്തില്ല. ഞാൻ സാറിനെ പരിചയപ്പെടുത്തുകയാണ്, സാർ ഇന്ന ആളാണ്, സാർ ഇന്ന വ്യക്തിയാണ്, ഇന്ന സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇന്ന പടം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അറിയാതെ ഒന്ന് നിങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ തോന്നണമെങ്കിൽ ആ കൊടുക്കുന്ന പ്രാധാന്യം ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിലും ഒരു പേഴ്സൻ്റെ മറ്റു രൂപത്തിന് കൊടുക്കുകയാണെങ്കിലും ആ കൊടുക്കുന്ന ഇമ്പാക്റ്റാണ് നിങ്ങൾ അറിയാതെ ഷേക്ക് ഹാൻഡ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും നമ്മുടെ ഉള്ളിലും കയറി തുഴച്ച് കയറുന്നത്. അതുപോലെ ഒരു രജിസ്ട്രേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. അല്ലു അർജുന അത് കിട്ടി. അതാണ് സത്യാവസ്ഥ. എന്തായാലും ജൂൺ 12 അല്ലേ റിലീസ് ആവുന്നത്. ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ കോളേജുകളിൽ ആ ഒരു റീല് കണ്ടു എന്ന് പറഞ്ഞു. അന്ന് ജനിക്കാത്തവരോ അല്ലെങ്കിൽ അന്ന് ചെറിയ കുട്ടികളായിരുന്നവരൊക്കെ ആയിരിക്കും ഇന്ന് ആഘോഷിക്കുന്നത്. പിന്നെ അവർക്കൊക്കെ തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും ആ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? എനിക്ക് ഇപ്പോൾ എക്സാമ്പിൾ കാലിക്കറ്റ് സൈഡിൽ നിന്ന് ഒരു കുറച്ച് പെൺകുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വിളിച്ചിട്ട് പറയും എന്നാ സാറേ റിലീസ്. അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ സിനിമ കാണാൻ വേണ്ടി. കാലിക്കറ്റ് എവിടെയാണ് അത് കാണാൻ വേണ്ടി. അപ്പം ഈ സിനിമ തീർച്ചയായിട്ടും ഒരു വലിയൊരു ചേഞ്ച് വരുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം തന്നെ നല്ല എക്സ്പെക്റ്റേഷനുണ്ട്. കേരളത്തിലെ 100ഓളം തിയേറ്ററുകളിൽ ആദ്യത്തെ ഈ വരുന്ന 12 റിലീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൂടാൻ സാധ്യതയുണ്ട്. അത് രണ്ടാമത് തീരുമാനിക്കത്തുള്ളൂ. നാളെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്ര സ്റ്റേഷൻ എന്നുള്ള രജിസ്റ്റർ ചെയ്യാം. ഇവിടെ ഉണ്ടാവോ? കേരളത്തിൽ ഉണ്ടാവോ? നാളെ പോകും ഷൂട്ടിങ്. പുതിയ പടത്തിന്റെ ഷൂട്ടിലാണ് സാറ്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് വേണ്ടി ഒരു ദിവസം ഒഴിഞ്ഞു വെച്ച് വന്നിരിക്കുകയാണ്. താങ്ക് യു. എല്ലാവരും സിനിമ കാണണം, തിയേറ്ററിൽ ഇപ്പോൾ തന്നെ പോയി കാണണം. കാരണം നിങ്ങളാരും ഈ സിനിമ എനിക്ക് തോന്നുന്നില്ല വീഡിയോയിലും ചാനലിലും യൂട്യൂബിലും മറ്റുള്ള ഇതിലൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷെ തിയേറ്ററിലെ അനുഭവം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഞാൻ ഇല്ല. ഒരു മാറ്റം എന്ന് പറയുന്നത് തിയേറ്ററിൽ 4K ഉണ്ട്, അറ്റ്മോസ് ഉണ്ട്, DTS:X ഉണ്ട്, പിന്നെ വേറൊരു ഫോർമാറ്റിലുള്ള സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ദൃശ്യ സൗണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതൊരു പൂർണ്ണതയുള്ള ഒരു ചിത്രമാണ്. അതൊരു ഫാമിലി എന്റർടൈനറാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 10-40 പേര് ഒന്നിച്ച്, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നിച്ച് വന്നിരുന്ന് കാണുന്ന സിനിമയായിരിക്കും ഹാപ്പി. എനിക്ക് വന്ന അനുഭവം അങ്ങനെയാണ്. ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്.
അപ്പോൾ ആ അനുഭവം പിന്നെയും വരാനുള്ള ഒരു സാഹചര്യം ജൂൺ 12 മുതൽ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.